കെ.പി.സി.സിയുടെ വയനാട് പുനരധിവാസ ഫണ്ടിൽ വൻ തട്ടിപ്പ്. 8 കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. വീഴ്ച വരുത്തിയ മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞുള്ള DCC പ്രസിഡന്റിന്റെ ചുമതലയിലുള്ള VK ശ്രീകണ്ഠൻ MPയുടെ ശബ്ദ സന്ദേശവും കൈരളി ന്യൂസ് പുറത്തുവിട്ടു. വയനാട് പുനരധിവാസ ഫണ്ടിലും കരുണാകരൻ സ്മൃതി മന്ദിര നിർമ്മാണ ഫണ്ടിലും തട്ടിപ്പ് നടത്തിയതിനാണ് തൃശൂരിലെ കോൺഗ്രസിൽ കൂട്ടനടപടി വന്നിരിക്കുന്നത്. മൊത്തം 18 മണ്ഡലം കമ്മിറ്റികളാണ് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ സസ്പെൻഡ് ചെയ്തത്. വയനാട് ഫണ്ട് അടയ്ക്കാത്ത തിരുവില്ലാമല, കുഴൂർ, പൊയ്യ, വരവൂർ, താന്യം, ആതിരപ്പിള്ളി, ചൊവ്വന്നൂർ, ദേശമംഗലം മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തു. വയനാട് ഫണ്ട് പൂർണ്ണമായിട്ടും അടയ്ക്കാത്ത താഴെ പറയുന്ന മണ്ഡലം കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. 1 തിരുവില്ലാമല, 2 കുഴൂർ മണ്ഡലം, 3 പൊയ്യ മണ്ഡലം, 4 വരവൂർ മണ്ഡലം, 5 താന്യം മണ്ഡലം, 6 അതിരപ്പള്ളി മണ്ഡലം, 7 ചൊവ്വന്നൂർ മണ്ഡലം, 8 ദേശമംഗലം മണ്ഡലം. ഇത്രയും മണ്ഡലം കമ്മിറ്റികൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് വയനാട് ഫണ്ട് അടയ്ക്കുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. അതുകൊണ്ട് ഈ മണ്ഡലം പ്രസിഡന്റുമാരെ തലസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. തിരുവനന്തപുരത്ത് K. കരുണാകരൻ സ്മാരക കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് നൽകാത്തതിന്റെ പേരിൽ പാഞ്ഞാൾ, വടക്കാഞ്ചേരി, തെക്കുംകര, കോലഴി, അടാട്ട്, ചൊവ്വന്നൂർ, ആർത്താറ്റ്, പുന്നയൂർ, കോടഞ്ചേരി, മറ്റത്തൂർ എന്നീ മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തു. രണ്ടാമതായി ലീഡറുടെ അനുസ്മരണ കെട്ടിടം, സ്മാരക കെട്ടിടത്തിനായി തിരുവനന്തപുരത്ത് പണിയുന്ന ഓഫീസിൻ്റെ ഫണ്ട്, വളരെ ചുരുങ്ങിയ ഫണ്ടാണ് ഇത് രണ്ടും. ഇതിലും വളരെ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുള്ള മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ 10 മണ്ഡലം കമ്മിറ്റിയും സസ്പെൻഡ് ചെയ്തതായിട്ട് ഇതിനാൽ അറിയിക്കുകയാണ്. രേഖാമൂലം കത്ത് 2 ദിവസത്തിനകം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. പിരിച്ചെടുത്ത ഫണ്ടുകളാണ് മണ്ഡലം കമ്മിറ്റികൾ അടയ്ക്കാതിരുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.